അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ അർദ്ധവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ലിസാനുൽ ഖുർആനിലെ എല്ലാ പാഠങ്ങളും ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാം. നസിലു ബിമാ യുനാസിബ്, യോജിച്ച ഒന്നുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. അതായത് ഇവിടെ ഈ കോളത്തിലുള്ളതാണ് ചേർക്കാനുള്ളത്. നോക്കാം. മിന, ഇത് ജെറിന്റെ ഒരു അക്ഷരമാണല്ലേ, ഹർഫാണ്. അതുപോലെ യദ്ഹബു, അവൻ പോകുന്നു. മുഹറമുൻ, മുഹറം മാസം. ഫതഹത്ത്, അവൾ തുറന്നു. അൻതും, നിങ്ങൾ. ഇവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നോക്കാം. സമിഅതു, ഞാൻ കേട്ടു. അൽ അദാന, വാങ്ക്. എവിടുന്ന വാങ്ക് കേൾക്കല്? മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന്. അല്ലേ, മിന എന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, പള്ളിയിൽ നിന്ന്. മിനൽ മസ്ജിദ്, ഇനി വീട്ടിൽ നിന്ന് എന്നുള്ളതോ മിനൽ ബൈത്തി. ഇനി മദ്രസയിൽ നിന്നുള്ളതോ മിനൽ മദ്രസത്തി. അല്ലെ, അങ്ങനെ പഠിച്ചല്ലോ, ജെറിന്റെ ഹർഫ്. രണ്ടാമത്തത് അൽ ഉസ്താദ്, ഉസ്താദ്. ഈ ഡാഷ് ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് ഉസ്താദ് എന്താക്കുന്നു? യദ്ഹബു, പോകുന്നു. അല്ലേ. മൂന്നാമത്തത് അവല് ഷുഹൂരി, ആദ്യത്തെ മാസം. അതായത് ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാ? മുഹറമുൻ, അത് മുഹറം മാസമാണ്. നാലാമത്തത് അൽ ബിന്തു, പെൺകുട്ടി. പെൺകുട്ടി. ബാബൽ ബൈത്ത്, വീടിന്റെ വാതിൽ എന്താക്കി? ഫതഹത്ത്, അവള് തുറന്നു. അഞ്ചാമത്തത് യാ തുല്ലാബു, വിദ്യാർത്ഥികളെ. ആൺകുട്ടികളോടാ പറയുന്നത് അല്ലേ. യാ തുല്ലാബ്, വിദ്യാർത്ഥികളെ. ഡേഷ് നാജിഹൂന, വിജയികൾ. അല്ലെ. അപ്പോ യാ തുല്ലാബ് അൻതും, നിങ്ങൾ. അൻതും എന്ന് പറഞ്ഞാല് നിങ്ങൾ. നാജിഹൂൻ, വിജയികളാണ്. അതായത് പരീക്ഷകളിൽ, ലിസാനിന്റെ പരീക്ഷയിൽ കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരാറുള്ളത് തെദിരീബാത്തുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തെദിരീബാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാക്കൊല്ല പരീക്ഷയിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് തെദിരീബാത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തെദിരീബാത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. നുമയ്യിസുൽ അസ്മാഅ വൽ അഫ്ആല വൽ ഹുറൂഫ, ഹർഫുകളെയും ഫിഅലുകളെയും ഇസ്മുകളെയും വേർതിരിക്കാനാണ്. നമ്മൾ 5ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് എന്താണ് ഇസ്മ്, എന്താണ് ഫിഅല്, എന്താണ് ഹർഫ് എന്നുള്ളത് അല്ലേ. ഇസ്മ എന്നാൽ പേരുകളായിരിക്കും. അപ്പൊ താഴെയുള്ള ഇന്നല്ലാഹ യറ വസല ഇലാ ബൈത്തിൻ സഗീരിൻ സമിഅൽ ഉമ്മു ഹിവാറൻ, ഇതിൽ പേരുകളാണ് എന്ത് പറയാ, ഇസ്മ എന്ന് പറയാ. അപ്പോ ഇസ്മ എന്നതിന്റെ നേരെ എഴുതാനുള്ളത് ഇതിലുള്ള പേരുകളാണ്. ഫിഅല് എന്ന് പറഞ്ഞാലോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പ്രവർത്തനങ്ങളായിരിക്കും അല്ലേ. ഈ കാണുന്നു, എത്തി, അതുപോലെ കേട്ടു എന്നതൊക്കെ. അതായത് നമ്മൾ ഈ ഒരു പാഠം ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഇസ്മ, എന്താണ് ഫിഅല്, എന്താണ് ഹർഫ്, എങ്ങനെ അവയെ കണ്ടുപിടിക്കുക എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും ഈ ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും നോക്കാം. ഇവിടെ ഏതൊക്കെയാണ് ഇസ്മ, ഏതാണ്? ആദ്യം നോക്കാം. ഇന്ന. ഇന്ന എന്നുള്ളത് എന്താണ്? അത് ഹർഫാണ് അല്ലെ. അല്ലാഹ് എന്നുള്ളതോ അതൊരു പേരാണ് അല്ലെ, അപ്പൊ അത് ഇസ്മാണ്. യറ, കാണുന്നു. കാണുന്നു എന്നുള്ളത് എന്തെങ്കിലും വസ്തുവിന്റെ പേരാണോ? അല്ല, അതൊരു പ്രവർത്തനമാണ്, കാണുക എന്നത് അല്ലേ. അപ്പൊ എന്താണ്? അത് ഫിഅലാണ്. അടുത്തത് വസ്വല, എത്തി. എത്തി എന്നുള്ളത് എന്താണ്? അതൊരു പ്രവർത്തനമാണ്, ആരുടെയും പേരൊന്നുമല്ല. അപ്പൊ വസ്വല, അത് ഫിഅലാണ്. അടുത്ത് ഇല എന്നുള്ളതോ? ഇല എന്നുള്ളത് അത് ഹർഫാണ്. ഹർഫിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല, അവ വേറെ ഒന്നിന്റെ കൂടെ വരും, ഒറ്റയ്ക്ക് വരൂല അല്ലേ. ഇനി ബൈത്ത് എന്നുള്ളതോ? ബൈത്ത് എന്നത് അതൊരു പേരാണല്ലേ, അപ്പോ അത് ഇസ്മാണ്. സഗീരിൻ, ചെറിയത്, അതും എന്താണ്? ഇസ്മാണ്. അടുത്തത് സമിഅ, കേട്ടു, അതോ അതൊരു പ്രവർത്തനമാണ്, അതുകൊണ്ട് അത് ഫിഅലാണ്. അൽ ഉമ്മു, ഉമ്മ എന്നുള്ളതോ അത് ഇസ്മാണ്, പേരാണ് അല്ലേ. അപ്പൊ ഉമ്മ, ഉമ്മുൻ. ഹിവാറൻ, സംഭാഷണം, അതെന്താണ്? അതൊരു പേരാണ്, അപ്പോ അത് ഇസ്മ. അപ്പോ ഇസ്മുകളെയും ഫിഅലുകളെയും ഹർഫുകളെയും നമുക്ക് വേർതിരിക്കാൻ കഴിയണം. അടുത്ത ചോദ്യം നുകമ്മിലുൽ ജദ്വല, കോളം പൂർത്തിയാക്കാനാണ്. ഇവിടെ മുദക്കർ എന്നാൽ ആണ്, മുഅന്നസ് പെണ്ണ്. പിന്നെ മുഫ്രദ് പറഞ്ഞാൽ ഒരാൾ മാത്രം, മുസന്ന പറഞ്ഞാൽ രണ്ടാള്, ജംഅ എന്ന് പറഞ്ഞാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉള്ളതാണ്
ജംഅ. അപ്പൊ ഇവിടെ ഇനി രണ്ടെണ്ണം എഴുതാണ്ട് രണ്ടും ആണുങ്ങളായിരിക്കണം. അതുപോലെ തന്നെ മുസന്നയാണ് ജംആണ്. നമ്മൾ സൊറഫാക്കി പഠിച്ചതാണ് അല്ലേ. നോക്കാം. യദുറുസു, യദുറുസാനി, യദുറുസൂന. അടുത്തത് ഇതിപ്പോ ആണുങ്ങളെ കുറിച്ചാണ്. ഇനി പെണ്ണ്, മുഅന്നസ് പറഞ്ഞാൽ പെണ്ണ്. തദുറുസു, തദുറുസാനി, യദുറുസ്ന. അടുത്ത ചോദ്യം, നക്തുബുൽ ജംഅ. ജംഅ എഴുതാനാണ്. ജംഅ എന്ന് പറഞ്ഞാല് ജംഉ ഉണ്ട്, മുഫ്രദും ഉണ്ട്. മുഫ്രദ് പറഞ്ഞാൽ ഒന്ന്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരാള്, ഒന്ന് മാത്രം. ജംഅ എന്ന് പറഞ്ഞാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉള്ളത്. നോക്കാം. ഉസ്താദുൻ. ഉസ്താദ് പറഞ്ഞാൽ ഒരൊറ്റ ഉസ്താദ്. അതിനെന്താ പറയാ? ഉസ്താദ്. ഇനി കുറെ ഉസ്താദുമാരുണ്ടെങ്കിൽ എന്താ പറയാ? അസാത്തിദത്തുൻ, ഉസ്താദുമാർ. അങ്ങനെയല്ലേ പറയാ അല്ലെ? ഒരു ഉസ്താദ് ആണെങ്കിൽ ഉസ്താദ് എന്ന് പറയും. അതേസമയം 5 ഉസ്താദുമാരുണ്ടെങ്കിൽ എന്താ പറയാ? ഉസ്താദ് എന്നാ പറയാ? അല്ല, ഉസ്താദുമാർ എന്നല്ല പറയാ. അതാണ് ജംഅ. രണ്ടാമത്തത് നബാത്തുൻ, ചെടി, ഒരു ചെടി. നബാത്താത്തുൻ, കുറേ ചെടികൾ. ഇബിനത്തുൻ, ഒരു മകള്. ഇബിനത്ത് എന്ന് പറഞ്ഞാല് ഒരു മകള്. എന്നാൽ ബനാത്തു എന്ന് പറഞ്ഞാല് മക്കള്, പെൺകുട്ടികള് അല്ലെ, മക്കൾ, അതായത് പെൺകുട്ടികളായ മക്കള്. തോലിബുൻ, വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥി. തോലിബ് എന്ന് പറഞ്ഞാൽ ഒറ്റ വിദ്യാർത്ഥിയുള്ളൂ. എന്നാൽ കുറെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എന്താ പറയാ? വിദ്യാർത്ഥി എന്ന് പറയാം? ഇല്ല, വിദ്യാർത്ഥികൾ എന്നല്ല പറയാ. അപ്പൊ അതിന് അറബിയിൽ എന്താ പറയാ? തുല്ലാബുൻ. അതായത് ഇവിടെയുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ്? ഉസ്താദ് ഒരു ഉസ്താദ്, ഒരു ചെടി, ഒരു മകള്, ഒരു വിദ്യാർത്ഥി. ഇനി മൂന്നോ മൂന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന് വേറെ പദാണെന്ത്? കുറെ ഉസ്താദ്മാരുണ്ടെങ്കിൽ അസാത്തിദത്ത്, കുറെ ചെടികളുണ്ടെങ്കിൽ നബാത്താത്ത്, കുറെ മക്കളുണ്ടെങ്കിൽ ബനാത്തുൻ, കുറെ വിദ്യാർത്ഥികളാണെങ്കിൽ തുല്ലാബുൻ. ഇനി നഖ്താറു ളമാഇറൽ മുത്തസില വൽ മുൻഫസില മിനൽ അൽഫാദിൽ മുലവ്വന. അല്ലേ, നമ്മള് 6ാമത്തെ പാഠത്തിലാണ് മുത്തസിലായ ളമീറുകളെ കുറിച്ച് അതുപോലെ തന്നെ മുൻഫസിലായ ളമീറുകളെ കുറിച്ച് പഠിച്ചത് അല്ലെ. മുത്തസിലായ ളമീർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ചേർന്ന് വരും, ഒരു പദത്തോട് ഒട്ടിയാണ്ടാ വരിക. എന്നാ മുൻഫസില വേർപിരിഞ്ഞിട്ടാ വരിക. കണ്ടോ? നോക്കാം. യാ തുല്ലാബ്, വിദ്യാർത്ഥികളെ. അൻതും, അൻതും എന്നുള്ളത് എന്താണ്? ളമീറാണ്. അത് മുൻഫസിലാണോ മുത്തസിലാണോ? മുത്തസിലാണെന്ന് ചേർന്ന് വരണം. മുൻഫസില പറഞ്ഞാല് ചേരാതെ ഇങ്ങനെ വേർപിരിഞ്ഞ് വരണം. അപ്പൊ അൻതും എന്നുള്ളത് എവിടെയും ചേർന്നിട്ടില്ല, എവിടെയും കൂട്ടിയിട്ടില്ല, അതിങ്ങനെ വേർപിരിഞ്ഞ് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കാണ്. അപ്പൊ അതെന്താണ്? അൻതും എന്നുള്ളത് അത് മുൻഫസിലായ ളമീറാണ്. എന്നാൽ കുല്ലുക്കും എന്നുള്ളതോ? കും എന്നുള്ളത് ളമീറാണ്. പക്ഷേ ഈ കും എന്ന പദം കുല്ലു എന്ന പദത്തോട് ചേർന്ന് വന്നിട്ടുണ്ട് അല്ലെ. അതിന് കുല്ല് എന്ന പദത്തോട് ചേർത്ത് എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ചേർന്ന് വന്ന ളമീർ എന്താണ്? അത് മുത്തസിലാണ്. അപ്പൊ അവിടെ കും എന്നുള്ളത് മുത്തസിലായ ളമീറാണ്. അടുത്തത് ഇന്നക്ക എന്നുള്ളത് ഒരു കാ എന്നുള്ള ളമീർ. ഈ കാ എന്നുള്ള ളമീർ ഇന്ന എന്ന പദത്തോട് ചേർന്ന് വന്നിട്ടുണ്ട് അല്ലെ, കൂട്ടി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുത്തസിലാണ്, മുത്തസിലായ ളമീറാണ്. എന്നാൽ അൻത എന്നുള്ളതോ എവിടെയും കൂട്ടി എഴുതിയിട്ടില്ല, അതിങ്ങനെ വേർപിരിഞ്ഞ് കിടക്കാണ് അല്ലെ, എവിടെയും ചേരാതെ. അപ്പൊ അതെന്താണ്? അത് മുൻഫസിലായ ളമീറാണ്. ഇനി അവസാനം ഒരു ളമീറും കൂടി ഉണ്ട്. ഏത്? ദിറാസത്തു കുമ എന്നുള്ളത് കുമാ എന്നൊരു ളമീർ ഉണ്ട്. ഇതോ? ഇത് ദിറാസത്തു എന്ന പദത്തോട് ചേർന്നല്ല വന്നത് അല്ലേ. അതുകൊണ്ട് എന്താണ്? അത് മുത്തസിലായ ളമീറാണ് അല്ലേ. ഇനി നുഅരിബു, നമുക്ക് അറബിയിൽ എഴുതാം, അറബിയാക്കാനാണ്. അവർ ആരാണ്? ഇത് ആരാണെന്നതിൽ എന്താ പറയാ? മൻ. അവർ എന്നുള്ളതിന് ഹും. അപ്പോ മൻഹും, അവർ ആരാണ്. ഇനി അവൻ ആരാണെന്ന് എങ്ങനെ പറയാ? മൻഹുവ. അവൾ ആരാണെന്നുള്ളതോ? മൻ ഹിയ അല്ലേ. നീ ആരാണെന്നുള്ളതോ? മൻ അൻത അല്ലേ. അടുത്തത് സാലിമുൻ. സാലിം ഖുർആൻ ഓതി അല്ലെ. സാലിം ഖുർആൻ ഓതി. ഇത് അറബിയിലാക്കാനാണ്. ഓതി എന്നതിന് എന്താ പറയാ? ഖറഅ. ആരാണ് ഓതിയത്? സാലിമാണ് അല്ലെ. അപ്പൊ ഖറഅ സാലിമുൻ. എന്തിനെ? അൽ ഖുർആൻ, ഖുർആനിനെ. അപ്പൊ ഖറഅ സാലിമുൻ അൽ ഖുർആന, ഖറഅ സാലിമുൽ ഖുർആന, സാലിം ഖുർആന് ഓതി. നുതർജിമു, നമുക്ക് അർത്ഥം എഴുതാനാണ്. അരിജാലു, എന്താ റിജാൽ പറഞ്ഞാല്? പുരുഷന്മാര്. യൽഅബൂന, അവർ കളിക്കുന്നു. ബിൽ കുറത്തി, പന്ത് കൊണ്ട്, അതായത് പന്ത് കളിക്കുന്നു. പുരുഷന്മാർ പന്ത് കളിക്കുന്നു. രണ്ടാമത്തത്
മനിൽ ഫായിഖു ഫിൽ ഇംതിഹാനി അല്ല, അവസാനത്തെ പരീക്ഷയിൽ അല്ല അവസാനത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ, ഒരു കാക്കൊല്ല പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉസ്താദ് വിതരണം ചെയ്ത സമയത്ത് ഉസ്താദ് ചോദിക്കുന്നുണ്ടെന്ന് മനിൽ ഫായിഖു ഫിൽ ഇംതിഹാൻ അല്ലേ, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയത് ആരാണ്. അടുത്തത് നക്തഷിഫുൽ മാദിയ വൽ മുലാരിഅ, മാദിയെയും മുലാരിയെയും കണ്ടെത്താനാണ്. ഇവിടെ ചില പദങ്ങളുടെ മാദി കൊടുത്തിട്ടുണ്ട്, എന്നാൽ ചില പദങ്ങളുടെ മുലാരി കൊടുത്തിട്ടുണ്ട്. അതിന്റെ മാദി കൊടുത്തതിന്റെ മുലാരി ഏതാനും, മുലാരി കൊടുത്തതിന്റെ മാദി ഏതാനാണ് നോക്കാം. ദഹബ, അതിന്റെ മുലാരി യദ്ഹബ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സമിഅ, അതിന്റെ മുലാരി എന്താ, യസ്മഉ. അടുത്ത് യഅരിഫു എന്നതിന്റെ മാദിയാണ് എഴുതേണ്ടത്, എന്താണ്, അറഫ. അടുത്തത് ഖറജ, അതിന്റെ മുലാരി യഖ്റുജു. അടുത്തത് തദറുസു എന്ന മുലാരി കൊടുത്തിട്ട് അതിന്റെ മാദി എന്താ, ദറസത്ത്.